ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിശ്വത്തിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പാറു പറഞ്ഞു. അപ്പം അവർ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് പോയി. അപ്പൊ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പം അതൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ അവരുടെ സമ്മതം വേണം, അല്ലാതെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാറു അങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ വിശ്വം നേരെ എന്താ പറയാ പാറുവിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇവനെ കണ്ടപ്പോ തന്നെ, എന്താ നിന്നോട് ഇവിടെ വരരുതെന്ന് പല തവണ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച് ചൂടായിക്കൊണ്ടാണ് ശോഭയും മാഷൂടെ അവനെ സ്വീകരിച്ചത് തന്നെ. അപ്പൊ വേഗം തന്നെ ഇന്ദ്രജിത്തിന്റെ ഒരു അനിയനായി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, അല്ലാതെ വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അത് തന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ഇവരിങ്ങനെ പറഞ്ഞു. അതെ, മറ്റൊന്നും വിചാരിക്കരുത്, എനിക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റിയൊരു ജോലിയുണ്ട്, പൊന്നു പോലെ നോക്കിക്കോളാം ഞാൻ പാറുവിനെ, എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഛേ, നിനക്ക് നാണമില്ലടാ, നീ എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ എന്താ ആ രീതിയൊക്കെ മാറിയത് എന്ന് ചോദിച്ചു. അപ്പൊ വിശ്വത്തിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. വിശ്വം ഇങ്ങനെ മിണ്ടാതെ കുറേ നേരം നിന്നു. അതെ, ചോദിച്ചത് കേട്ടില്ലേ, എന്താ നിനക്ക് ഉത്തരവൊന്നുമില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ജോലിയുണ്ട്, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് ഒരനുഭവം കൊണ്ട് തന്നെ വയറ് നിറഞ്ഞ ആൾക്കാരാണ് ഞങ്ങള്, അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങള് എന്താണേലും കുഴപ്പത്തിലേക്ക് ചാടാനില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതുവരെ ഞങ്ങൾ മാന്യമായിട്ടാണ് നിന്നോട് പെരുമാറിയത്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു. അമ്മേ ഞാൻ വേണ്ട, നീ ഇനി ഒന്നും തന്നെ പറയണ്ട, എന്താണെങ്കിലും നീ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുമില്ലെങ്കിലും നീ ഒരു ചെറുപ്പക്കാരനല്ലേ, ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വെറുതെ എന്തിനാ സമ്മർദ്ദം ചെലുത്തുന്നത്, നീ ഇറങ്ങി പോവാൻ നോക്ക് എന്ന് മാഷ് ഇങ്ങനെ മുഖത്ത് നോക്കി പറയാണ് കേട്ടോ. എന്താണെങ്കിലും ഈ കല്യാണം നടക്കില്ല എന്ന് തന്നെ ഇവര് തറപ്പിച്ചു പറഞ്ഞു. വിശ്വം ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങി പോവാണ്. പോയി കഴിഞ്ഞപ്പോ ശോഭ അലറി വിളിച്ച് കരയുക. എന്തിനാ നീ കരയുന്നത്? മാഷെ, ഇനി അവള് പോവും അവന്റെ കൂടെ, എന്താണെങ്കിലും നമുക്ക് നോക്കാം ശോഭേ, എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം, വരുന്നത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, നീ വെയിറ്റ് ചെയ്യുക, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് സ്വാതിനെയാണ്. അപ്പൊ സ്വാതി ഇതേണ്ട അതിന്റെ ഹാങ് ഓവറൊക്കെ വിട്ട് പതുക്കെ കണ്ണു തുറക്കാണ്. അപ്പോഴേക്ക് സിസ്റ്റർ ചോദിച്ചു, ഞാൻ എവിടെയാ എന്ന് ചോദിച്ചപ്പം, പേടിക്കണ്ട, കുട്ടി ഒരു ക്ലിനിക്കിലാ ഉള്ളത് കേട്ടോ, ഒന്നുകൊണ്ട് ബേജാറാവണ്ട, കുഴപ്പമൊന്നുമില്ലല്ലോ. സിസ്റ്റർ വേഗം തന്നെ ഡോക്ടറെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയാണ്. ഡോക്ടർ വന്നു. എനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അതെ, ഞാൻ എവിടെയാ, കുട്ടി ഇപ്പൊ ഉള്ളത് ഒരു ഡി അഡിക്ഷൻ സെന്ററിലാണ് എന്ന് പറഞ്ഞു. ഡി അഡിക്ഷൻ സെന്ററിലോ? അതെ, കുട്ടി ഇന്നലെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കുട്ടി എന്നെ ഇന്നലെ ഇവിടെ ആരാ കൊണ്ടുവന്നത്? മോളുടെ ഏട്ടൻ തന്നെയാ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ഏട്ടനോ? ആ ഏട്ടൻ, അദ്ദേഹമാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നപ്പോ ഒരു വല്ലാത്ത കണ്ടീഷനിലായിരുന്നു, ലഹരിയൊക്കെ ഉപയോഗിച്ച്. ലഹരിയോ? അതെ, കുട്ടി ഇന്നലെ ലഹരി ഉപയോഗിച്ചിരുന്നു. ആ ലഹരിയുടെ ഹാങ് ഓവറിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്നറിയോ? എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെയാ തന്റെ ഏട്ടൻ ഇവിടെ കൊണ്ടുവന്നത്. പേടിക്കണ്ട കേട്ടോ, ഇന്നലത്തെ ആയുധൊക്കെ കഴിഞ്ഞു, ആള് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ചെന്ന് ഏട്ടനെയും അതുപോലെ തന്നെ ടീച്ചറിനെയും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് അവര് വിശദമായിട്ട് മോളോട് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോയി. അപ്പൊ നഴ്സിനെയും വിളിച്ചു കേട്ടോ. സ്വാതിക്ക് ഒന്നും മനസ്സിലായില്ല, എന്താ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചതെന്നൊന്നും ആൾക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ആൾ റീവൈൻഡ് ചെയ്ത് ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ എനിക്ക് എന്തായിരിക്കും സംഭവിച്ച, ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത് എന്നൊക്കെ. അപ്പോഴേക്കും നമ്മുടെ സേതുവും പല്ലവിയും വേറെ വരുവാണ്. സ്വാതി എന്ന് വിളിച്ച് തൂത്ത് തലോടി പല്ലവി അപ്പോഴേക്കും നിന്ന് കരയാണ് കേട്ടോ. കരയല്ലേ മോളെ, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചോ. ഇപ്പൊ നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, വരാനൊരല്പം വൈകി പോയിരുന്നെങ്കില് എന്ത് സംഭവിക്കുമെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? കടലിൽ മുങ്ങിപ്പോയി മരിച്ചു പോയേനെ നീ എന്ന് പറഞ്ഞു സേതു. ഇങ്ങനെയൊക്കെ നശിക്കാൻ മാത്രം എന്താ നിനക്ക് സംഭവിച്ചത്? പല്ലവി, കാണിച്ചു കൊടുക്ക്, ഇവിടെ കൊണ്ടുവന്നപ്പോ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങള് നീ ഒന്ന് കാണിച്ചു കൊടുക്ക്. വല്ലാത്ത സ്റ്റേജിലായിരുന്നു, ശരിക്കും ഭ്രാന്ത് തന്നെ, അത്രയ്ക്ക് ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കാണുമ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും ഈ നിനക്ക് നീ ചെയ്ത അവസ്ഥ മനസ്സിലാവട്ടെ എന്ന് കരുതി എന്ന് പറഞ്ഞ് സ്വാതിനെ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് സ്വാതി അലറി വിളിച്ച് കരയാണ്. ഹേയ്, കരയൊന്നും വേണ്ട, ഇനിയെങ്കിലും നീ സൂക്ഷിച്ച് നടക്കാൻ നോക്ക്, അതിലൊന്നും ചെന്ന് ചാടരുത്.
നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാക്കേണ്ടത് ഇന്ദ്രജിത്തുമാര് തരുന്ന ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടല്ല. നല്ല നല്ല നിമിഷങ്ങള് ജീവിതത്തിൽ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാ മോളെ. അല്ലാതെ ടാബ്ലറ്റ് കഴിച്ചു കിട്ടുന്നുള്ള സന്തോഷത്തെക്കാൾ മധുരമുണ്ടാവും അങ്ങനെയുള്ള ഓരോ നിമിഷങ്ങൾക്കും. അത് നീണ്ടു നിൽക്കുകയും ചെയ്യും ഒരുപാട് കാലം എന്ന് പറഞ്ഞു. കരയാതെ എന്നൊക്കെ പറഞ്ഞു. ഈ കരച്ചില് ആത്മാർത്ഥതയുണ്ടെങ്കില് ദേ ഇനി ഒരിക്കലും ഇങ്ങനൊരവസ്ഥയില് കാണാനാവരുത്, ഇടയാക്കരുത് നീ. ആ ഒരു ഉറപ്പ് ഇപ്പോ ഈ നിമിഷം നീ ഞങ്ങക്ക് തരണം. ഒരിക്കലും മാറില്ല എന്നുള്ള ഒരു ഉറപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ കൈ നീട്ടി സ്വാതി വേഗം സേതുവിന്റെ നേർക്ക് കേട്ടോ. അപ്പൊ നമ്മുടെ സേതുവും കൈ നീട്ടി. അന്നേരം എന്നെ വിശ്വസിക്കണം, ഇനി ഒരിക്കലും ഞാൻ ഇനി ഒരു ചീത്ത കുട്ടി ആവില്ല എന്ന ഉറപ്പ് സേതുവിന് കൊടുക്കാണ്. ഭയങ്കര സന്തോഷമായി സേതുവിനും പല്ലവിക്കും. മതി, ഇത് മാത്രം മതി ഞങ്ങൾക്ക്. നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്നാണെങ്കിലും നീ ശരിക്കും ആത്മാർത്ഥതയോടെയാ സംസാരിക്കുന്നത്. ഈ തിരിച്ചറിവാ സ്വാതി വേണ്ടത്. തെറ്റുപറ്റാത്ത ആരാ ഉള്ളത്? അത് കണ്ടെത്തി സ്വയം തിരുത്തുമ്പോഴാ നമ്മളൊക്കെ മനുഷ്യന്മാരായി മാറുന്നത്. മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, അതിലേക്ക് എത്തണം. നീ എത്തും. എനിക്കോ അതിന്റെ തുടക്കവാ ഇപ്പൊ നീ ഈ കരഞ്ഞ ഈ ഓരോ തുള്ളി കരച്ചിലും. ഇത് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും സേതുവേട്ടാ എന്നൊരു വിളി. ഇത് കേട്ടപ്പോ തന്നെ സേതു ആകെ ഷോക്കായി പോയി. സേതു എന്താ നിങ്ങളെന്നൊക്കെ മാത്രം വിളിച്ചിരുന്ന സ്വാതിയുടെ നാവിൽ നിന്നാണോ എന്നറിയില്ല. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു ഏട്ടൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞു. ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിമറിച്ചു. മറക്കില്ല ഞാൻ ഈ മുഖം ഒരിക്കലും, ഒരു കാലത്തും എന്നോട് പറഞ്ഞു. അപ്പൊ സേതുവിനെ ശരിക്കും സ്വർഗം പിടിച്ചടക്കിയ പോലത്തെ സന്തോഷമായിരുന്നു കേട്ടോ. അച്ചു മാത്രമായിരുന്നു തന്നെ അംഗീകരിച്ചിരുന്നത്. സ്വാതിയുടെ നാവിൽ നിന്ന് കേട്ട വാക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തു. എന്നിട്ട് നേരെ സേതു ചെന്നു സ്വാതിയുടെ കൈ പിടിച്ചു. എന്നിട്ട് മോളെ നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ നെഞ്ചിലെ ഈ ഇടുപ്പ് അവസാനിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് തന്റെ നെഞ്ചോട് ചേർത്ത് സ്വാതിയുടെ കൈ വെച്ചു. തിരുത്താനും ശാസിക്കാനും പിന്നെ ശകാരിക്കാനും സ്നേഹിക്കാനും ഒക്കെ കേട്ടോ. ഏട്ടനാണ് വലിയേട്ടൻ, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. എന്നും എപ്പോഴും ഈ കൂടെ തന്നെ കാണും എന്ന അർത്ഥവും കൂടി ആ വാക്കിനുണ്ട്, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. എന്നിട്ട് പതുക്കെ തൂത്ത് തലോടി. അപ്പൊ ഭയങ്കര സന്തോഷത്തില് സേതു നമ്മുടെ സ്വാതിയും എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ സ്വാതിയെ ചേർത്ത് പിടിച്ച് നമ്മുടെ പല്ലവിയെ ചേർത്ത് പിടിച്ചാല് സ്വാതിക്ക് അന്നേരം ഭയങ്കര ആശ്വാസമായിട്ടൊക്കെ തോന്നി കേട്ടോ. പിന്നെ കാണുന്നത് പൊന്നമ്മടത്തിലാണ്. അപ്പൊ അതേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കുവാണ് ബേബി ചേച്ചി അച്ചുവൊക്കെ കൂടി. അപ്പൊ ഋതുവോടെ ഇരിക്കുകയാണ്. അപ്പൊ ടീച്ചറും സ്റ്റുഡന്റോട് ഒന്നിച്ചാണല്ലോ വരവ്. കാണാതായപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. എന്തിന്? എനിക്കൊന്ന് ബാങ്കിൽ പോണോന്ന് പറഞ്ഞായിരുന്നു. കൂടെ വരാവോന്ന് ചോദിച്ചപ്പോ സ്വാതി സമ്മതിച്ചു. അതാ വൈകിയത്. ഇവളോ ബാങ്കിൽ പോവാനോ, അതും ഇവരോടൊപ്പം എന്ന് ഋതു ഒരു പുച്ഛഭാവത്തിൽ അങ്ങനെ പറയണം. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. ഋതു, നേരെ ഇരുട്ടി വിളിക്കാൻ അത്ര സമയമൊന്നും വേണ്ട. സ്വാതി ഇപ്പൊ നല്ല കുട്ടിയാ. ചില നേരത്ത് ചില വാശികൾ കാണിക്കുന്നല്ലാതെ വേറെ എന്തു കുഴപ്പമാ സ്വാതിക്കുള്ളത്? നീ പറ. പഠിക്കാൻ ഇത്രയും മിടുക്കിയായ കുട്ടി എന്റെ കോളേജിലില്ല. അവൾ അത്ര നന്നായി പഠിക്കും. നല്ലൊരു ഭാവി ഇവളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ ഇതൊന്നും പറയണ്ട. അതിന് ഇവളോട് ശ്രമിക്കണ്ടേ? പഠിത്തത്തിൽ ഇവള് ശരിക്കും ഉഴപ്പുന്നുണ്ട് എന്ന് പൂർണിമ പറയാണ്. അങ്ങനെയൊന്നുമില്ല, റിസൾട്ട് വരട്ടെ, അപ്പം നമ്മളെ എല്ലാവരെയും സ്വാതി എന്താ പറയാ ഞെട്ടിക്കും അല്ലേ സ്വാതി? അപ്പൊ സ്വാതി അവിടെ നിന്ന് കരയാണ് കേട്ടോ. എന്താ? അയ്യോ, സ്വാതി കരയുന്ന കണ്ടപ്പത്തേനും വേഗം തന്നെ അച്ചു, എന്താ സ്വാതി, എന്തിനാ മോളെ നീ കരയുന്നത്? കൊണ്ടാ? പിന്നെ അങ്ങനെയുള്ള കരച്ചിലല്ലോ, എന്തോ പ്രയാസം ഉണ്ടല്ലോ സ്വാതിയുടെ ഉള്ളില്. എന്തു പറ്റിയടി എന്ന് ഋതു വേഗം. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു പല്ലവി. അപ്പൊ വേഗം അത് നിങ്ങളല്ല ഇവള് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ സ്വാതി ചോദിക്കുകയാണ്, എന്താ ടീച്ചർ പറഞ്ഞാല്? എന്റെ ടീച്ചറാ, എന്റെ ഗുരുനാഥ, അതുകൊണ്ട് എന്നെ കുറിച്ച് പറയാനുള്ള അവകാശം അത് ടീച്ചർക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയി. സ്വാതിയുടെ നാവിൽ നിന്ന് തന്നെയാണോ ഇത് എന്ന് ഓർത്തിട്ട്. മതി, വന്നപ്പോ മുതല് ഒന്നെങ്കിൽ പേര് അല്ലെങ്കിൽ നിങ്ങള്,
ആദ്യമായിട്ടാ നീ ടീച്ചറിന്ന് വിളിക്കുന്നത്. സന്തോഷമുണ്ടാ വിളി കേൾക്കാൻ. സ്വാതി മാറി. അത് ഇപ്പൊ കണ്ടോ എല്ലാവരും എന്ന് പറഞ്ഞു. റിതു കണ്ണ് തള്ളി നിൽക്കുക. നല്ല പേടിയുണ്ടായിരുന്നു ഇവള് കോളേജിൽ പോകുന്ന കാര്യം ഓർത്തിട്ട്. എന്തായാലും വീണ്ടും ടാബ്ലറ്റ് കഴിക്കണമെന്ന് മറ്റോ തോന്നിയാലോ? എന്തായാലും അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കിയല്ലോ. നല്ലത്. ഇതൊക്കെ എത്ര ദിവസത്തേക്കാ? 1-2 ദിവസം കഴിയുമ്പോ വീണ്ടും ഇവള് പഴയതുപോലെ തന്നെയാവും. നമുക്ക് നോക്കാം. അനുഭവം വരുമ്പോഴേ എല്ലാരും പഠിക്കോ. എനിക്കതുണ്ടായി. ഞാൻ മാറി. ഇനി ഞാൻ ഒരിക്കലും പഴയ സ്വാതി ആയിരിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു സ്വാതി. അപ്പൊ ഋതുവിനായിരുന്നോ ശരിക്കും അത് ഷോക്ക്. മതി, ഉള്ളിൽ ഈ വാശി ഉണ്ടായാൽ മതി. നല്ലോണം പഠിക്കണം. പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം മോള്. മനസ്സിലായോ? നിനക്കതിന് പറ്റും എന്ന് പറഞ്ഞ് പല്ലവി. ഇതൊട്ട് സഹിക്കാത്ത ആളാണ് ഋതു. അതെ, 1 റാങ്ക് വാങ്ങണം. എല്ലാവരെയും കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കണം. മനസ്സിലായോ? അതെ മോളെ, അത് കാണാനാ അമ്മയ്ക്കും ഇഷ്ടം എന്ന് പറഞ്ഞു. അമ്മ മാത്രല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാ. പത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ മോളുടെ 1ാം റാങ്ക് കിട്ടിയ പടം കാണാനായിട്ട് എന്ന് ബേബി ചേച്ചിയും പറഞ്ഞു. അപ്പൊ സ്വാതി ചിരിച്ചോണ്ടാ. അത് ഇവള് സാധിച്ചു തരും. പറയുന്നതേ ഈ ടീച്ചർ കേട്ടോ, സ്വാതിയുടെ പല്ലവി ടീച്ചർ. അതെന്താണെങ്കിലും സാധിക്കുന്നേ. അവര് ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ ഋതു ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ സ്വാതിയുടെ ഈ മാറ്റം കണ്ടിട്ട്. അപ്പൊ വേഗം തന്നെ എന്നിട്ട് ശേഷം എല്ലാവരും പങ്കുപോയി. സ്വാതി ഭയങ്കര സന്തോഷത്തിലുമായി. അപ്പൊ ഇങ്ങനെ പൂർണിമ റൂമിൽ വന്നിട്ട് മാധവന്റെ എന്താ പറയാ പെട്ടെന്ന് ഇങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സ്വാതി അകത്തേക്ക് കയറി വന്നിട്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം. എന്തിന്? മോൾ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തു. ഇന്നലെ ചെയ്ത തെറ്റ്, അതേ തെറ്റ് ഞാൻ ഇന്ന് ആവർത്തിച്ചമ്മേ എന്ന് പറഞ്ഞു. അതേ ടാബ്ലറ്റ് അമ്മ വിചാരിച്ചതുപോലെ തന്നെ അത് കഴിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ പോയത്. ഞാൻ കോളേജിലേക്കായിരുന്നില്ല. വലിയേട്ടനാ എന്നെ രക്ഷിച്ചത്. ഞാനിപ്പോ വലിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല. ശരിക്കും അച്ചു ചേച്ചിയും ശ്രീഹരിയും തമ്മിലുള്ള കല്യാണം കഴിക്കാനായിട്ടുള്ള കാരണം നിഖിലായിരുന്നു. നിഖിലിന്റെ സ്വഭാവ ദൂഷ്യമായിരുന്നു. അല്ലാതെ അത് മനസ്സിലാക്കി അച്ചു ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ വലിയേട്ടൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. സത്യത്തിൽ അതായിരുന്നു. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മാത്രമേ വലിയേട്ടൻ ജീവിക്കുന്നത്. എന്തുമാത്രം ഞാൻ വെറുത്താന്നറിയോ? എന്തൊക്കെ പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തി. അതൊക്കെ എനിക്കൊരു ആപത്ത് വന്നപ്പോ രക്ഷിക്കാൻ എന്റെ വലിയേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെറ്റുപറ്റിയത് നമുക്ക് മാത്രമേ. നമ്മളാ വലിയേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോവാൻ പാടില്ലായിരുന്നോ? വലിയേട്ടൻ ഇല്ലാത്ത ഈ വീട് നശിച്ചു പോകും, അതെനിക്ക് ഉറപ്പാ എന്ന് സ്വാതി പറഞ്ഞു. അപ്പൊ പൂർണിമ അടുത്ത് വന്നിട്ട് മോളെ എന്ന് വിളിച്ചു. സത്യം അമ്മ ഞാൻ പറഞ്ഞത്. അത് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. അമ്മയും അത് മനസ്സിലാക്കണം. എന്താണെങ്കിലും വലിയേട്ടനെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വിളിക്കണം. അച്ഛന്റെ സ്ഥാനത്ത് ഈ വീട്ടില് ഉണ്ടാവണം വലിയേട്ടൻ. എങ്കിൽ മാത്രമേ നമ്മുടെ പൊന്നുമടം എന്ന് പറയുന്നത് പൊന്നുമടമായി മാറുള്ളൂ. അമ്മയെ ഉപദേശിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. എങ്കിലും പറയാ, അതെ, തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ അത് തിരുത്തുക തന്നെ ചെയ്യണമേ. വലിയേട്ടനെ എങ്ങനെയെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണം. വലിയേട്ടൻ ഒരു ബലം തന്നെയാമേ, ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം, ആശ്വാസം. അതൊരിക്കലും ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിവിടെ വേണം എന്ന് തന്നെ സ്വാതി പൂർണിമയോട് പറയുകയാണ്. എന്നിട്ട് സ്വാതി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പൂർണിമയ്ക്ക് ആകെ ഷോക്കായി പോയി. അപ്പൊ പല്ലവി ദേണ്ട അവിടെ വന്നിരുന്ന് എന്തൊക്കെയോ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പൊ പൂർണിമ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അതെ, അല്ല ശരിക്കും സ്വാതിക്ക് എത്രയാ മാർക്ക്? 100-ൽ 100 എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എത്രയാ? 100-ൽ 100. ആര് പറഞ്ഞു? അതിത്തിരി കൂടുതലല്ലേ എനിക്കുള്ള മാർക്ക്? അതെ, ഈ സ്നേഹം അനുഭവിച്ച ആരും അങ്ങനെ പറയില്ല. പക്ഷെ പാസ് മാർക്കേ കിട്ടൂന്നാ എനിക്ക് തോന്നുന്നത്. അത് നീയേ പറയൂ. സത്യം അതല്ലാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. സ്വാതി എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞു പല്ലവി. അപ്പൊ വേഗം തന്നെ പല്ലവി എഴുന്നേറ്റു. സ്വാതിയുടെ കാര്യം പറയാതിരിക്കുമായിരുന്നു. ഇന്ന് നടന്നത് മുഴുവൻ അവൾ എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു. സേതു, അവളാണ് എന്റെ മകളെ ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. അല്ലേ പല്ലവി? ഒരബദ്ധം പറ്റിയതമ്മേ. സ്വാതിക്കൊരു അബദ്ധം പറ്റിയതല്ല മോളെ. പറ്റിയത് എനിക്ക് മാത്രമാണ് അബദ്ധം എന്ന് പറഞ്ഞു. ഞാൻ കാരണമല്ലേ സേതു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഞാനല്ലേ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അപ്പൊ പിന്നെ ഞാനല്ലേ? എനിക്കത് തിരുത്തണം പല്ലവി. എനിക്ക് പറ്റിയ തെറ്റ് അത് മായ്ച്ചു കളയുക തന്നെ ചെയ്യണം.
അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അതിന് സേതു തിരിച്ചു വരണം എന്ന് പറഞ്ഞു. എൻ്റെ മകനായിട്ട്, എൻ്റെ പെൺമക്കളുടെ സഹോദരനായിട്ട് എനിക്ക് അവനെ കാണണം പല്ലവി എന്ന് പറഞ്ഞു. കണ്ട് ഒന്നും അവനെ കാല് പിടിച്ചാണെങ്കിലും എനിക്കൊന്ന് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നു. പൂർണിമാമ തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള മട്ടില്. ചെറിയ കുട്ടി അസ്വാതി, എന്നിട്ടും എത്ര പെട്ടെന്ന് അവള് സേതുവിന്റെ ഭാഗത്തുള്ള നന്മ തിരിച്ചറിഞ്ഞത്. എന്താ പറയാ, നല്ലവനാണെന്ന് വിശ്വാസവും ആശ്വാസമാണെന്നൊക്കെയാ ഇത് മൂന്നും ആണെന്നാണ് അവളിപ്പോ എന്നോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇതിനൊക്കെ എത്രയോ മുൻപുള്ള സേതു എനിക്ക് ഓർക്കാൻ പറ്റില്ല. അവനെ ഞാന് അച്ചുവിന്റെ കല്യാണം അവൻ കയറി നടത്തിയപ്പോ അവനോടുണ്ടായ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം. എങ്കിൽ അമ്മ ദേഷ്യം കാണിക്കേണ്ടത് സേതുവേട്ടനോടായിരുന്നില്ല, അത് എന്നോടായിരുന്നു എന്ന് പല്ലവി പറഞ്ഞു. പല്ലവി ഇങ്ങനെ ഷോക്കായി പോയി. അല്ല, നമ്മുടെ പൂർണിമ ഷോക്കായി പോയി. അപ്പൊ എന്താ ഈ പല്ലവി ഇങ്ങനെ പറയണത് എന്ന് ഓർത്ത് വേഗം പോലെ എന്താ പറയാ പല്ലവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അടുത്തത് സേതുവിനെ വരവേക്കാനായിട്ട് പൊന്നമ്മട ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വരവിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.